ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്നും അടുക്കളയായിട്ട് തന്നെയാണ് വന്നിക്കത്. അടുക്കള രാവിലെ തന്നെ ഇങ്ങനെയാണുള്ളത്. എല്ലാം ക്ലീനാക്കിയതാണ്, രാത്രി ക്ലീനാക്കി വെച്ചതാണ്. അങ്ങനെ ഞാൻ ചായക്കുള്ള വെള്ളം ഗ്യാസ് മേലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അതവിടെ വെള്ളം വെച്ചിട്ട് എനിക്ക് മോനെ മദ്രസയിലേക്ക് പറഞ്ഞേക്കാനുള്ള കാര്യം നോക്കണം. അങ്ങനെ ഓൻ്റെ അടുത്തേക്ക് ഞാൻ പോയതാ. വീണ്ടും ഞാൻ കിച്ചണിൽ വന്ന് ഇന്ന് ഗ്രീൻ പീസ് കറിയാണ് വെക്കുന്നത്. ആ ഗ്രീൻ പീസ് കറി റെഡിയാക്കി ഞാൻ ഗ്യാസ് മേൽ വെച്ചതിൻ്റെ ശേഷം ഞാൻ മോനെ മദ്രസയിലേക്ക് പോകാൻ റെഡിയാക്കി. മദ്രസയിലേക്ക് കുറച്ച് അങ്ങോട്ടേക്ക് പോകാനുണ്ട്. മുന്നിൽ നിങ്ങളൊരു ബിൽഡിങ് കാണുന്നുണ്ടോ? ആ ബിൽഡിങ്ങാണ് മോൻ്റെ സ്കൂള്. അതുകൊണ്ട് വേഗം എത്തും. അങ്ങനെ ഓനെ കൊണ്ടാക്കാൻ പോകുമ്പോൾ ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. പക്ഷെ ഞാനും ആകെ 10 മിനിറ്റാണല്ലോ, അപ്പം ഞാൻ കുട എടുത്തില്ല, മോൻക്ക് കുട കൊടുത്ത്. അങ്ങനെ ഓനെ മദ്രസയിലേക്ക് കൊണ്ടാക്കാൻ പോവുകയാണ്. അങ്ങനെ ഓനെ കൊണ്ടാക്കി ഞാൻ തിരിച്ച് വന്ന്. ഇനി ഗ്രീൻ പീസ് കറി ഞാൻ ഓനെ കൊണ്ടാക്കുന്നതിന് മുന്നേ വെച്ചിനു. ഇനി പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പുട്ട് നമുക്കിവിടെ കുറേ ആൾക്കാരുള്ളതുകൊണ്ട് കുറേ വേണം, 6 കുറ്റിയോളം വേണം, എന്നാലേ എല്ലാവർക്കും തികയുള്ളൂ. ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, ഒരു കൂട്ടുകുടുംബമാണല്ലോ ഇത്. അങ്ങനെ ഞാൻ ഇവിടെ 3 കുറ്റിയുള്ളതുകൊണ്ട് ഒറ്റ കുറ്റിയുള്ളതുകൊണ്ട്, ഒറ്റ കുറ്റിയാകുമ്പോൾ നമുക്ക് ഇങ്ങനെ കൂടെ വന്നിട്ട് ഇതിങ്ങനെ മാറ്റി മാറ്റി കൊടുക്കണ്ടേ. 3 കുറ്റിയാകുമ്പോൾ അതൊന്ന് ജസ്റ്റ് ആടെ വെച്ച് അത് ആവിയാകുമ്പോൾ പിന്നെ 3 കുറ്റിയായാൽ വേഗം പണി കഴിയുമല്ലോ. അങ്ങനെ 3 കുറ്റീൻ്റെ തന്നെയാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ ഞാൻ ഇന്ന് രാവിലത്തെ കിച്ചണിൽ ഞാൻ മാത്രമേ ഉള്ളൂ. പാത്തു കൊല്ലത്തുനിന്ന് വന്നിട്ടുണ്ട്, പക്ഷേങ്കിൽ ഓൾക്ക് സുഖമില്ല, അതുകൊണ്ട് ഓൾ എണീച്ച് വന്നിക്കില്ല. അതുകൊണ്ട് ഞാനും വിളിക്കാനൊന്നും പോയില്ല. അല്ലെങ്കിൽ ഞാൻ വിളിക്കലൊന്നുമില്ല, ഞാൻ തന്നെ അങ്ങ് എടുക്കലുണ്ട്. മോനക്ക് രാവിലെ ഞാൻ മദ്രസയിൽ പോകുമ്പോൾ ഒരു 2 ദോശ അവിടെ ചുട്ട് കൊടുക്കും. രാത്രി പച്ചരി വെള്ളത്തിലിട്ടിട്ട് അരച്ചിട്ട് എപ്പോഴും ഫ്രിഡ്ജിൽ അവിടെ സ്റ്റോക്കാക്കി വെക്കും. അങ്ങനെ 3 ദോശയും തിന്ന് മദ്രസയിൽ പോയി. ബാക്കി പുട്ട് ചൂടുന്നുണ്ട്. പുട്ട് മദ്രസ വിട്ട് വന്നാൽ ഓനക്ക് ഞാൻ പുട്ട് കൊടുക്കും. അങ്ങനെ പറഞ്ഞ് പുട്ടും റെഡിയായി, ഗ്രീൻ പീസ് കറിയും റെഡിയായി. അങ്ങനെ മോന് മദ്രസ വിട്ട് വന്ന് പുട്ടും ചായയെല്ലാം കൊടുത്ത് സ്കൂളിലേക്ക് പറഞ്ഞേക്കുന്നുണ്ട്. അങ്ങനെ ഓൻ്റെ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. കാണുന്ന ബിൽഡിംഗ് ഉണ്ടല്ലോ, അതാണ് ഓൻ്റെ സ്കൂള്. ജസ്റ്റ് ഒന്ന് ഞാൻ അവിടെ നിന്നിട്ട് അങ്ങ് പറഞ്ഞേക്കല. പാത്തു എണീച്ച് വന്നിട്ടുണ്ട്, ഓൾക്ക് സുഖമില്ല. അപ്പോൾ ഓളവിടെ കുത്തിനിങ്ങനെ ചായ കുടിക്കുകയാണ്. അനിയനും ചായ കൊടുത്തിട്ടുണ്ട്. ഓനക്ക് കൊടുത്തപ്പോൾ ഓൻ ചായ കുടിക്കുന്നത് ഞാൻ അറിയാണ്ട് പോയിട്ടൊന്ന് ജസ്റ്റ് ക്യാമറയിൽ എടുത്തതാണ്. അങ്ങനെ ചായ കുടിയെല്ലാം കഴിഞ്ഞതാണ്. ഞാൻ ഉച്ചക്കത്തെ പണിയിലേക്ക് കീഞ്ഞിട്ടുണ്ട്. ഇന്ന് പാത്തുവാണ് ചോറ് വെക്കുന്നത്. പാത്തു അവിടുന്ന് ചോറ് വെക്കുമ്പോൾ അവിടെ കറി വെക്കാനുള്ള പച്ചക്കറികളൊക്കെ അരിഞ്ഞിടുന്നുണ്ട്. ഇന്ന് മുരിങ്ങേൻ്റെ കറിയും കാബേജ് ഉപ്പേരിയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഞാനത് മുറിച്ചിടുന്നതിൻ്റെ ഇടയ്ക്ക് അരി ഇവിടെ പതക്കുന്നുണ്ട്. അങ്ങനെ അവൾ അരിയിട്ട് മീൻ അപ്പോഴത്തേക്ക് കൊണ്ടുവന്ന്. അങ്ങനെ ഓൾ മീൻ മുറിക്കുകയാണ്. ഓളിങ്ങനെ പറയുകയാണ്, ഈ മീൻ ഓൾ ആദ്യമായിട്ടാണ് കാണുന്നത്, ഓൾക്കിത് മുറിക്കാനൊന്നും അറിഞ്ഞൂടാ. അപ്പോൾ ഉമ്മനെ ഞാൻ എടുത്തിക്കില്ല. ഉമ്മ അവിടുന്ന് ഇങ്ങനെ ഓക്ക് മീൻ മുറിക്കുന്നതൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഉപ്പേരി ഞാൻ അപ്പോഴത്തേക്ക് ഉപ്പേരി മുറിച്ചിട്ട് കറിക്കുള്ളത് അടുപ്പത്ത് വെച്ച്. മീനും റെഡിയായി. ഇന്ന് മീനും ഒരു ഉപ്പേരിയും ഒരു കറിയും മാത്രമാണ് ഉള്ളത്. അങ്ങനെ പറഞ്ഞ് ഉപ്പേരി റെഡിയായി. അങ്ങനെ ഉച്ചക്കത്തേതൊക്കെ റെഡിയായി. പിന്നെ ഞങ്ങളിന്ന് രാവിലെ അത് കഴിഞ്ഞ് വൈകുന്നേരം ഞങ്ങൾക്കൊന്ന് പുറത്ത് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ പുറത്ത് പോയാലും കുറച്ച് വൈകുന്നേരം ആയിക്കേനു. അങ്ങനെ ഞങ്ങൾ കടപ്പുറത്തൊരു തട്ട് കടയുണ്ട്, അവിടെ നിന്ന് ഞങ്ങൾ ചായയും കുടിച്ച് കടപ്പുറത്ത് അവിടെ ഇങ്ങനെ കുറേ കല്ലിട്ടിട്ടുണ്ട്. അങ്ങനെ ആ കല്ലുമ്മ കൂടെ ഇങ്ങനെ നടന്ന് കടലൊക്കെ കാണാൻ നല്ലൊരു വൈബ് തന്നെയാണ്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, ബായ് മക്കളെ, ബായ്.